अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर्रहमानिर्रहीम। മരുമീന മഹാവസന്തം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖലീഫ അബൂബക്കറിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വലിയ രൂപത്തിൽ അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഖലീദ് ബിൻ വലീദ്. വലീദിൻ്റെ മകൻ ഖലീദ് എന്നും പറയും. ഖാലിദ് ബിൻ വലീദ്. ഇസ്ലാമിക രാഷ്ട്രം മദീനയിൽ രൂപീകൃതമായത് മുതൽ വലിയ രൂപത്തിൽ അതിന് സമ്മർദ്ദങ്ങളുണ്ടായി. ആദ്യത്തെ സമ്മർദ്ദം മക്കയിൽ നിന്നായിരുന്നു, ഖുറൈശികളിൽ നിന്നായിരുന്നു. നബി തിരുമേനിയും ഒരു ഖുറൈശിയായിരുന്നു. അതുപോലെ വകവയ്ക്കാതെ അദ്ദേഹത്തെ കൊല്ലാനും അദ്ദേഹത്തിനെ ജീവനോടുകൂടി പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെ സ്വത്തുവകൾ നശിപ്പിക്കാനും മക്കയിലുള്ളതൊക്കെ നശിപ്പിച്ചു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം, മദീനയിൽ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ബദർ യുദ്ധം തുടങ്ങി. ഒരുപാട് യുദ്ധങ്ങൾ, ശൈശവദശയിലുണ്ടായിരുന്ന സാമ്രാജ്യത്തെ അപ്പം തന്നെ നശിപ്പിക്കാൻ, മുളയെ നുള്ളിക്കളയാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും നമുക്കറിയാം. അത് ഇന്നും തുടർന്നു വരികയാണ്. ഇന്നും സക്കാത്ത് നിഷേധികളും കപടവിശ്വാസികളും വിഭിന്ന രൂപങ്ങൾ, വിഭിന്ന ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവസങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഗോത്രങ്ങളും ഇവരൊക്കെ ഇന്നും മദീനയെ ആക്രമിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. മദീനയോടെയുള്ള അവരുടെ പക തീർന്നിട്ടില്ല. ആയതുകൊണ്ട് തന്നെ നബി തിരുമേനിയുടെ കാലം കഴിഞ്ഞ സമയത്ത് ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അവരുടെ പക, അവരുടെ ധൈര്യം ഒന്നും കൂടിയും മേൽക്കയറ്റം അതിന് സംഭവിക്കുകയാണ് ഉണ്ടായത്. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആധ്യാത്മിക ബലം മാത്രം പോരാ, ആയുധബലം, ഭൗതിക ബലവും അത്യന്താപേക്ഷിതമായിട്ട് വന്ന സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അവിടെയാണ് ഖാലിദ് ബിൻ വലീദിന്റെ പ്രസക്തി. അദ്ദേഹത്തിന്റെ ചരിത്രം അത് മാത്രമായിട്ട് എടുത്തു പറയേണ്ട ഒരു ചരിത്രമാണ് വാസ്തവത്തിൽ. ജന്മം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ചവൻ, ഓരോ നിമിഷവും താനായിട്ട് ഇല്ലാതായിട്ട് മാറുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ മതത്തിനു വേണ്ടി ജീവിച്ചവൻ. ഇപ്പോഴും മദീനയുടെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സൈനിക ദളം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമാണ് ഖാലിദ് ബിൻ വലീദ്. അതുകൊണ്ട് തന്നെ 11 സേനാദളങ്ങളിലും വെച്ച് ആൾബലം കൊണ്ടും അതുപോലെ തന്നെ ആയുധബലം കൊണ്ടും ആയോധന പാടവം കൊണ്ടും എപ്പോഴും പ്രബലമായിരിക്കുക ഖാലിദ് ബിൻ വലീദിൻ്റെ സംഘമായിരിക്കും. ആയതുകൊണ്ട് തന്നെ ഖാലിദ് ബിൻ വലീദിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പരാമർശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം എല്ലാം തികഞ്ഞൊരു പോരാളിയായിരുന്നു, എല്ലാം തികഞ്ഞൊരു സൈനികനായിരുന്നു. ആയോധന വിദ്യയിൽ ആ കാലഘട്ടത്തിൽ സമ്പാദിച്ചു വെക്കാവുന്ന എല്ലാ വിധത്തിലുള്ള അറിവുകളും അദ്ദേഹം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആയോധന വിദ്യയിൽ വലിയ രൂപത്തിലുള്ള പാടവമുള്ള ആളായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല, പരാക്രമശാലിയായിരുന്നു. ആരും കയറി ചെല്ലാൻ മടിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ശത്രുസേന നടത്തുമ്പോൾ അവിടെ ചാട്ടുളി പോലെയാണ് അദ്ദേഹം കയറി ചെല്ലുക. അവിടെ എല്ലാ ആത്മവിശ്വാസവും തകർത്ത് അവരെ ഛിന്ന ഭിന്നമാക്കിയിട്ട് മാത്രമാണ് ഖാലിദ് ബിൻ വലീദ് തിരിച്ചു വരാറ്. സാഹസിക രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അതായിരുന്നു. യാതൊരു ഭയവുമില്ലാത്തൊരവസ്ഥ.
മുമ്പ് ഒരിക്കലും ആരും ഉപയോഗിക്കാത്ത തന്ത്രങ്ങൾ, ഉപായങ്ങൾ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് രൂപപ്പെടുത്തുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിനും അദ്ദേഹത്തിന്റെ ചടുലത ഒന്ന് വേറെ തന്നെയായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഖാലിദ് ബിൻ വലീദിന്റെ അസാമാന്യമായിട്ടുള്ള കഴിവുകൾ അതിലെല്ലാവരും അംഗീകരിച്ചിട്ട് പ്രശംസിച്ചിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ സ്വഭാവം അതായിരുന്നു. ബദർ യുദ്ധം, അതുപോലെ തന്നെ ഉഹുദ് യുദ്ധം, ഖൻഗദ് യുദ്ധം, ആ അംഗക്കളങ്ങളിലൊക്കെ ശത്രു സൈന്യത്തിന് നേതൃത്വ നിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൂടി മനസ്സിലാക്കണം. മുഅത്ത യുദ്ധവേളയില് സയ്യിദ് ബിൻ ഖാരിദയും ഇരുകൂട്ടരും ശത്രുവിന്റെ വാളിന്റെ പ്രഹരമേറ്റിട്ട് പടക്കളത്തിൽ വീരമൃത്യു മരിച്ചു കിടന്ന സമയത്ത് മുസ്ലിം സൈന്യം വളരെ വളരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള അതിദാരുണമായിട്ടുള്ള ഒരു പ്രതിസന്ധി അത് നേരിട്ടു. ഇവിടെ അവസാനിക്കുകയാണ് മുസ്ലിം സൈന്യം എന്ന് കരുതിയ സമയത്ത് അതിന് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള തന്ത്രങ്ങളിലൂടെ, ഉപായങ്ങളിലൂടെ അദ്ദേഹം രക്ഷിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഖാലിദ് ബിൻ വലീദ് അദ്ദേഹം അപ്പോൾ സൈന്യത്തിന് നേതൃത്വം സ്വയം ഏറ്റെടുത്ത ആളാണ്. ശത്രുവിന്റെ കണ്ണില് പൊടിയിടാൻ വേണ്ടി കുറച്ച് സൈന്യമേ ഉള്ളൂ മദീനയ്ക്ക്. പക്ഷേ ആ സൈന്യത്തിന്റെ ക്രമീകരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. ആരും ചെയ്യാത്ത കാര്യം, സൈന്യത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന കുറെ ആൾക്കാരെ മാറ്റിയിട്ട് പിൻനിരയിലേക്ക് മാറ്റിയിട്ട് മുസ്ലിം പടയ്ക്ക് പോഷക സൈന്യം വന്നു എന്ന് വരുത്തി വെച്ചു. അങ്ങനെ മനസ്സിലാക്കിയ ശത്രുക്കൾ പടക്കളം വിട്ട് ഓടിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പടക്കളം വിട്ട് ഓടേണ്ടവർ ഇവരായിരുന്നു, മുസ്ലിം സൈന്യമായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ പടക്കളത്തിൽ നിന്ന് ആട്ടിപ്പായിച്ച് പടക്കളം വിട്ട് പേടിച്ചോടിയിട്ട് തിരിച്ചു വന്നവരെന്ന ദുഷ്പേരിന് ഇടവരാതെ അദ്ദേഹം ആ സൈന്യത്തെ രക്ഷിച്ചു, ഖാലിദ് ബിൻ വലീദ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് വളരെയധികം സന്തോഷം തോന്നിയിട്ട് നബി തിരുമേനി ഖാലിദിനെ ഇപ്രകാരം വിളിച്ചത്, ദൈവത്തിന്റെ ഖഡ്ഗം, ദൈവത്തിന്റെ വാൾ എന്നൊരു പേര് നൽകിയിട്ട് ആദരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ദയവായ്പ് അല്ലെങ്കിൽ സ്നേഹം, അങ്ങനെ സ്നേഹവാത്സല്യങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം തികഞ്ഞൊരു പോരാളിയായിരുന്നു, പരിപൂർണമായിട്ടൊരു പോരാളിയായിരുന്നു, സമ്പൂർണനായിട്ടൊരു പോരാളിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ പാരുഷ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സമീപത്തിൽ വളരെ കർക്കശ സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. വളരെയധികം ദയാവായ്പോടുകൂടി ഒന്നും പെരുമാറി കണ്ടിട്ടില്ല. എപ്പോഴും പരിപരുത്തൊരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ. ഗൗരവം മുറ്റി നിൽക്കുന്നൊരു സ്വഭാവം. അദ്ദേഹത്തിന്റെ സകലഭാവത്തിനും ആ പരിപരുപ്പ് കാണാം, ആ കാഠിന്യം കാണാം. ഈ വിധത്തിലൊരു ഒരു സൈനികന്, ഒരു ഉത്തമ പോരാളിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന എല്ലാ ഗുണങ്ങളും, യുദ്ധത്തില് ദയാവായ്പിന് പ്രാധാന്യമില്ല, ആ ഗുണങ്ങൾ മുഴുവൻ ഖാലിദ് ബിൻ വലീദില് കൂടിച്ചേർന്ന് സമ്മിളിതമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ശത്രു എത്ര വലിയ കരുത്തനാകട്ടെ, എത്ര പ്രബലനാകട്ടെ, എത്ര കൂടുതൽ ആളുണ്ടാകട്ടെ, അതൊന്നും ഖാലിദിന് പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഖാലിദ് മാത്രം അപ്പുറത്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എത്ര വലിയ പ്രബല സൈന്യത്തിനുടമയാണെങ്കിലും അവർക്ക് ഭയം ഉണ്ടായിരുന്നു. കാരണം ഈ ചാട്ടുളി എപ്പോഴാണ് തൻ്റെ സൈന്യത്തിലേക്ക് കയറി വരാമെന്ന് അറിയാത്തതിൻ്റെ പേരിൽ. ഹുദൈബിയ സന്ധിയെ തുടർന്നിട്ട് ഖുറൈശികളുടെ അനുമതിയോട് കൂടിയിട്ട് എതിർപ്പൊന്നുമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ച് ഉംറ നിർവഹിക്കാൻ നബി തിരുമേനി മക്കയിൽ വന്നതാണ്. ഈ സമയത്താണ് വിശ്വാസപരമായിട്ടും ജീവിത വീക്ഷണപരമായിട്ടും
ദൈവ ചിന്താഗതി പ്രകാരമായിട്ടും ഖാലിദ് ബിൻ വലീദിൽ വലിയ വ്യതിയാനം സംഭവിച്ചത്. ആ സന്ദർഭത്തിലാണ് അതുണ്ടായത്. അന്ന് അദ്ദേഹം ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് ഉറക്കെ പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ്, നിങ്ങൾ പറയുന്ന പോലെ മുഹമ്മദ് ഒരു ആഭിചാരകനല്ല. അദ്ദേഹം ഭാവനയിൽ കവിത എഴുതുന്ന ഒരാളല്ല, കവിയുമല്ല. അദ്ദേഹം കൊണ്ടുവന്ന വചനം ദൈവികമാണ്, ദൈവത്തിൽ നിന്ന് ദത്തമായതാണ്. ഏതൊരു വിവേകശാലിക്കും അത് തെളിഞ്ഞു കഴിഞ്ഞു, ബുദ്ധിയുള്ള എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒന്നേ മാർഗമുള്ളൂ, വിവേകമുള്ളവര്, ബുദ്ധിയും ബോധവുമുള്ളവര്, ശരിയായിട്ടുള്ള മാർഗത്തെ തേടുന്നവര്, അവർക്ക് ചെയ്യാൻ അവർക്ക് കരണീയമായിട്ടൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് പ്രവാചകനായിട്ടുള്ള നബി തിരുമേനിയെ പിൻപറ്റുക എന്നത് മാത്രമാണ്. അൽഹംദുലില്ലാഹ്.